ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ യൂണിറ്റ് 1ലെ ആക്ടിവിറ്റീസ് ആണ്. ഇവിടെ 12 മുതൽ 12, 13, 14 ഈ 3 ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള ആക്ടിവിറ്റീസ് എല്ലാം 2 വീഡിയോകളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. 3ാം ക്ലാസ്സിലേക്ക് ആവശ്യമായ മറ്റുള്ള വീഡിയോസ് എല്ലാം സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ കിട്ടുന്നതാണ്. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 12. Look at the picture and make a list of things in the kitchen. കിച്ചണിൽ തിങ്സിനെ ലിസ്റ്റ് ചെയ്യാണ് വേണ്ടത്. കിച്ചണിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്ന് നമ്മളിവിടെ എഴുതണം. എന്തൊക്കെയാണ് കിച്ചണിലുള്ളത്? ഇപ്പോൾ ഇവിടെ കാണുന്ന കുറേ സാധനങ്ങളുണ്ട് അല്ലേ? നമുക്കതും നിങ്ങളുടെ കിച്ചണിലുള്ളതും ഒക്കെ ലിസ്റ്റ് ചെയ്യാം. വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. കുക്കർ, സ്പൂൺസ്, ബൗൾസ്, മോപ്പ്, വെസൽസ്, ബക്കറ്റ്, ലാഡിൽ, സ്റ്റൗ, പാൻ, പോട്ട്സ്, സ്പാറ്റുല, നൈഫ്, പ്ലേറ്റ്സ്, ഇങ്ങനെ ഇനിയും കുറേ സാധനങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് നിങ്ങളുടെ അടുക്കളയിലുള്ളത് കൂടി ചേർത്ത് നമ്മുടെ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ആക്ടിവിറ്റി നമ്പർ 13. Classify the given terms into kitchen utensils, food items and food ingredients. Activity number 13. Classify the given terms into kitchen utensils, food items and food ingredients. Food ingredients എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഇപ്പോൾ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ, ഫുഡ് ആക്കിയതിന് ശേഷമുള്ളത്. പിന്നെ കിച്ചൺ യൂട്ടൻസിൽസ്, കിച്ചണിലുള്ള ഉപകരണങ്ങൾ. ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതണം. കളക്ട് പിക്ചേഴ്സ് ഓഫ് ദീസ് ആൻഡ് മേക്ക് ആൻ ആൽബം. ഇവയുടെയൊക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒരു ആൽബം തയ്യാറാക്കുക, കിട്ടാവുന്നത്. അപ്പോൾ 3 കോളംസ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ്, ഫുഡ് ഇൻഗ്രീഡിയൻസ്. നമുക്കിതിനെ എഴുതിയതിന് ശേഷം നിങ്ങളെ കാണിക്കാം. ഓക്കെ. ആക്ടിവിറ്റി നമ്പർ 14. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? അമ്മേ, ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ഷാൾ ഐ ടേക്ക്? Sasha asked. What would you like to share with your friends? സാഷ ഉണ്ണിയപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഫ്രണ്ട്സിന്. നിങ്ങൾ എന്താണ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ടോയ്സ്? ടോയ്സ് ആണോ? ടോയ്സ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇപ്പോൾ ഷെയർ ചെയ്യാൻ ടോയ്സ് ആണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ ഇതുപോലെയാണ് എഴുതേണ്ടത്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇതിപ്പോൾ ഈ കുട്ടി എഴുതിയത് കൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും എഴുതാം. ക്രയോൺസോ, സ്നാക്സ് കഴിക്കാൻ കൊണ്ടുപോവാം, ഫ്രൂട്ട്സ് കഴിക്കാൻ കൊണ്ടുപോവാം, ബുക്സ്, സ്റ്റോറി ബുക്സ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതണം. ഒന്നാമതായിട്ട് ഇപ്പോൾ ക്രയോൺസ് ആണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ക്രയോൺസ് വിത്ത് മൈ ഫ്രണ്ട്സ്. സ്നാക്സ് ആണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ സ്നാക്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഫ്രൂട്ട്സ് ആണെങ്കിലോ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നെല്ലിക്കയോ ചാമ്പയ്ക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കില്ലേ? അപ്പോൾ അങ്ങനെ എഴുതാം. ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഫ്രൂട്ട്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ബുക്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ സ്റ്റോറി ബുക്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇങ്ങനെ നിങ്ങൾക്ക് ഏതാണ് ആഗ്രഹം വെച്ചാൽ എഴുതാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.